ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചീര കൊണ്ടുള്ള 4 റെസിപ്പീസാണ് കാണിക്കുന്നത്. ചീര പരിപ്പ് കറി, ചീര അവിയൽ, ചീര പച്ചടി, ചീര മുട്ടത്തോരൻ. ഇനി റെസിപ്പിയിലോട്ട് പോകാം. ചീരയും പരിപ്പും മാങ്ങിയിട്ടിട്ടുള്ള ചോറിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. ബാച്ചിലേഴ്സിനെല്ലാം വളരെ ഈസി ആയിരിക്കും ഈ കറി ഉണ്ടാക്കാൻ. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് സവാളയും പച്ചമുളകും ചേർത്ത് മാങ്ങ ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. വേവിച്ചിട്ട് എടുക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ചീര മുറിച്ചത് ചേർക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. അതിൽ ചീര മുറിച്ചത് ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, മുളക് പൊടിയും ചേർക്കാം. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇത് തിളപ്പിച്ചെടുക്കാം. പരിപ്പ് തന്നെ നന്നായി വെന്ത് ഉടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് വേറെ അരച്ചു പോരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പരിപ്പ് കറിയിലേക്ക് വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർക്കാം, ജീരകം ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഇതിനി പരിപ്പ് ചീര കറിയിൽ ചേർക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. മാങ്ങയൊക്കെ ഇട്ടത് കാരണം ചോറിന് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായ ഒഴിച്ചു കറിയാണ് ഇത്. ഇതിനി സെർവ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള കറിയാണ്. ഇതിന് അരച്ചു പോരേണ്ട ആവശ്യം അങ്ങനെ യാതൊന്നുമില്ല. ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാം. അടുത്തത് ചീര കൊണ്ടുള്ള ഒരു പച്ചടി ഉണ്ടാക്കാം. പച്ചടിക്ക് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ജസ്റ്റ് തൈര് ചേർത്തിട്ടുണ്ട്. പോരാത്തതിന് കുറച്ച് കടുകും ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇതിന് വെന്ത് വരുന്ന ചീരയിലേക്ക് ഒഴിക്കാം. ചീര ചെറുതായി മുറിച്ചിട്ട് വളരെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചതാണ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് വേവിക്കാൻ വെച്ചതാണ്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കാം. കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാകാനേ പാടുള്ളൂ. ഇനി ഇതൊന്ന് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അങ്ങനെ തന്നെ വറ്റൽമുളകും ഇട്ട് ചീര പച്ചടിയിൽ ഒഴിക്കാം. അടുത്തത് ചീര കൊണ്ടുള്ള ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കാം. ചീര മുട്ടത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീര എടുത്തിട്ടുണ്ട്. ചീര ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എടുത്തത് മുട്ട. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ചീര ഇതിൽ ചേർക്കാം. ഇതിലേക്ക് സവാള, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി വളരെ കുറച്ച് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഇനി ഉപ്പേരിയിലേക്ക് ഓരോ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചീരത്തോരൻ ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ തോരൻ. മുട്ടയൊക്കെ ചേർത്തത് കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അടുത്തത് ചീര അവിയൽ ഉണ്ടാക്കാം. ചീര നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തണ്ട് നീളത്തിൽ മുറിച്ചെടുക്കാം. അവിയലിന് വേണ്ടിയിട്ട്
ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. സാധാരണ അവിയൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ സെയിം ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മാങ്ങ ഇട്ടിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ചെറിയൊരു പീസ് മാങ്ങ എടുത്തിട്ടുള്ളൂ. നല്ല പുളിയില്ല മാങ്ങയാണിത്. അതുകൊണ്ട് ചെറിയ പീസ് മാത്രമേ മാങ്ങ എടുത്തിട്ടുള്ളൂ. പിന്നെ ചീര മുറിച്ചെടുത്തിട്ടുണ്ട്. ചീര ചെറുതായിട്ട് മുറിക്കണ്ട, കുറച്ച് മീഡിയം വലിയ സൈസായിട്ട് തന്നെ മുറിച്ചിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ 4-5 പച്ചമുളക് എടുത്തിന്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് ജീരകവും ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം. അരിഞ്ഞു ജസ്റ്റ് ചതച്ചെടുക്കാം. തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി അതിലേക്ക് ഇടാം. ചീര അവിയൽ ഉണ്ടാക്കാൻ നല്ലൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചീരത്തണ്ടിടാം. പിന്നെ അതുപോലെ കുറച്ച് വെള്ളം, കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് കുറച്ച് വേവാൻ സമയമെടുക്കും. വളരെ കുറച്ച് വെള്ളം ഇട്ടാൽ മതി. ഇതിനി വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇടാം. അതുപോലെ പച്ചമാങ്ങയും ചേർക്കാം. നല്ല പുളിയുള്ളതുകൊണ്ട് വളരെ കുറച്ച് മാങ്ങ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചീര ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മൂടി വെച്ച് വേവിക്കാം. ചീരയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ബാക്കിയുണ്ട്. കൂടി മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ചീര അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീര അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേമ്പ് ചേർത്തുണ്ടാക്കാം, ചേന ചേർത്തുണ്ടാക്കാം. അതുപോലെ ചക്കക്കുരു ഇട്ടിട്ടും ചീര അവിയൽ ഉണ്ടാക്കാം. ഇതിനി മാറ്റി വെക്കാം. ചീര അവിയൽ ചൂടോടെ ചോറിനെല്ലാം കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ചീര കൊണ്ടുള്ള ഈ അവിയലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചീര അവിയൽ. ഈ ചീരക്ക് അധികം കളറില്ല, നല്ല ചുവന്ന ചീരയല്ല, അതുകൊണ്ട് കളർ കുറച്ച് കുറവാണ്. ചീര കൊണ്ടുള്ള 4 കറികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.